നോർത്ത് ഗോവയും സൗത്ത് ഗോവയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ബീച്ചസ് ആണെങ്കിലും നൈറ്റ് ലൈഫ് ആണെങ്കിലും എല്ലാം തന്നെ മൊത്തത്തിലൊരു വ്യത്യാസമുണ്ട് സൗത്ത് ഗോവയും നോർത്ത് ഗോവയും തമ്മിൽ. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് സൗത്ത് ഗോവയിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നോർത്ത് ഗോവയിൽ നേരെ തിരിച്ചാണ്. തിരക്കും കുറവുള്ള സീനറൊക്കെ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം ഉള്ളത് സൗത്ത് ഗോവയിലാണ്. നോർത്ത് ഗോവ ഒരുപാട് ബാച്ചുലേഴ്സ് എത്തിപ്പെടുന്ന ഒരു സ്പോട്ടാണ്. ഒരുപാട് നൈറ്റ് ലൈഫ് ആയിട്ടും കാസിനോവ ആയിട്ടും ഒരുപാട് പാർട്ടി ഹബ്സ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു നോർത്ത് ഗോവയിലാണ്. സൗത്ത് ഗോവയിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് എന്തായാലും കണ്ടിട്ട് വരാം. യെസ്, അപ്പോൾ വെൽക്കം ടു ഗോവ. അപ്പോൾ ഞാൻ ഗോവയിലോട്ട് എൻട്രി ആയി. അപ്പോൾ രാവിലെ പുറപ്പെട്ടതാണ്. എവിടെയും ഷൂട്ട് ചെയ്തില്ല, നേരെ ഇങ്ങോട്ട് വന്നു. ബോർഡർ വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫ്യൂൽ അടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇപ്പം സമയം കൃത്യമായിട്ട് രാവിലെ 10:30 അപ്പം ഞാൻ ജോഗ് ഫാൾസ് വഴി കൂടിയാണ് ഞാൻ വന്നത്. അപ്പം ജോഗ് ഫാൾസ് ആ ഒരു ഭാഗത്തൊക്കെ എത്താൻ നേരത്തെ ഏകദേശം ഒരു 5-5:30 ആയായിരുന്നു. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരാൾ ജോഗ് ഫാൾസ് എത്തിയിട്ട് ജോഗ് ഫാൾസ് കാണാണ്ട് വരുന്നത്. ഞാൻ ആ പാലത്തിൻ്റെ മുകളിലൊക്കെ പോയായിരുന്നു. അവിടെ പോയ സമയത്ത് ഒരു പ്രത്യേകത ഒരു ക്ലൈമറ്റ്, ഒരു വൈബൊക്കെ ആയിരുന്നു. ആ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു സംഭവമൊക്കെ. അവിടെ നിന്ന് നേരെ വിട്ടു കാർവാർ, അങ്ങനെ ആ ഒരു വഴി ഏകദേശം 100 കിലോമീറ്റർ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഏകദേശം 60 കിലോമീറ്ററും കൂടെ ഉണ്ട് ഞാൻ മാർക്ക് ചെയ്ത ഡെസ്റ്റിനേഷനിലോട്ട്. ഷിരൂർ ആ ഒരു ഭാഗം ഒക്കെ കഴിഞ്ഞപ്പം അങ്കോള അവിടെ എത്തിയപ്പം അറിയാലോ, കഴിഞ്ഞ വർഷം ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അർജുൻ്റെ ആ ഒരു ട്രക്കും അർജുനും ആ ഒരു ലാൻഡ് സ്ലൈഡിൽ ഉൾപ്പെട്ട് നേരെ ആ ഒരു ഗംഗാവല്ലി പുഴയിലോട്ട് പോയി പതിച്ച ആ ഒരു സംഭവം. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി. പെട്ടെന്ന് തന്നെ മനസ്സിലായി അത് തന്നെയാണ് ഇതെന്ന്. കാരണം ആ ഒരു അത്രയും വലിയ പുഴയാണെങ്കിലും ഇടിഞ്ഞു വന്ന ആ ഒരു ലാൻഡ് സ്ലൈഡ് ആയിട്ട് വന്ന ആ ഒരു മണ്ണിൻ്റെ കൂനയും വലിയ വലിയ കല്ലും സംഭവങ്ങളൊക്കെ നദിയുടെ നടുക്ക് തന്നെ കിടപ്പുണ്ട്. അത്രയ്ക്ക് ആഴമുള്ള ആ ഒരു നദിയുടെ നടുക്ക് തന്നെ, അതും അത്രയ്ക്ക് ഒഴുക്കുള്ള നദിയുടെ നടുക്ക് തന്നെ അത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം അത്രത്തോളം ആ മല നോക്കിയാലും മനസ്സിലാവും നമുക്ക് നല്ല രീതിയിലാണ് ആ ഒരു ലാൻഡ് സ്ലൈഡ് സംഭവിച്ചിട്ടുള്ളത്. അടിപൊളി. അവിടെ ഒരു ക്യാമറ വെച്ചുകൊണ്ട് ട്രാഫിക് പോലീസ് അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊരു ചുരം കേട്ടോ. ഈ ഗോവയിൽ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഇതേ കൂട്ടുള്ള സ്പീഡ് ബ്രേക്കർ. കണ്ടില്ലേ, ഈ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എന്തിനവിടെ വെച്ചിരിക്കുന്നതെന്ന് ഒരു റീസൺ ഇല്ല. എന്താണ് ഇവിടെ മുമ്പിലുള്ളത്? ഒരു ക്രോസ് റോഡ് ഉണ്ട് അങ്ങോട്ടുള്ളത്. ഇത് തുറക്കും തോന്നുന്നില്ല. ഇവിടെ ബോർഡ് യൂസ് സബ്വേ എന്നാണുള്ളത്. വേ അതുകൊണ്ട് നമ്മൾ നേരെ എടുത്ത് പോവാം. ചിലപ്പം വെയിറ്റ് ചെയ്ത് 2-3 വർഷം ഇവിടെ നമ്മൾ നിൽക്കേണ്ടി വരും. ഇതാണല്ലേ സബ്വേ. ഇത് ഇത്രയും കറങ്ങി വന്നാൽ മതിയായിരുന്നു. കാലാകാലം മൊത്തം അവിടെ കാത്തു നിന്നേനെ. ഇവിടുത്തെ ട്രാഫിക് പോലീസിൻ്റെ ഡ്രസ്സ് കണ്ടില്ല, ഒരു ഫുള്ളി വൈറ്റ് ആയിട്ടുള്ളൊരിത്. ദി പെബിൾ പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കാബോ ഡെ റാമ എന്ന് പറഞ്ഞ ഒരു ഫോർട്ടിലാണ്. അപ്പോൾ ഈ ഫോർട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരാൻ നേരത്ത് ഈ ഒരു പോയിന്റ് കാണാൻ സാധിക്കും. കുറച്ച് താഴ്ന്ന പ്രദേശത്താണ് ഈ ഒരു സീ സൈഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് താഴോട്ട് ഇറങ്ങി പോകാനുണ്ട്. മൊത്തം തെങ്ങിൻ്റെ മരങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ നടുക്ക് തന്നെ ചെറിയൊരു കട കാണാൻ സാധിക്കും. അവിടെ നൂഡിൽസും മാഗീസും പിന്നെ ഇവിടെയുള്ള കരിക്കും സംഭവങ്ങളൊക്കെ നമുക്കിവിടെ വാങ്ങിച്ച് കഴിക്കാൻ സാധിക്കും. കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങി വരാൻ നേരത്ത് ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് കാണാൻ സാധിക്കുന്നത്. മൊത്തം പാറക്കല്ല് മലനിരകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഫോർട്ടിൻ്റെ നടുക്ക് തന്നെ ഒരു സെൻറ്റ് ആൻ്റണി ഒരു ചെറിയൊരു ചർച്ച് കാണാൻ സാധിക്കും. 1763 പോർച്ചുഗീസ് ഈ ഒരു ഫോർട്ടിൻ്റെ ഭാഗമൊക്കെ പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോർട്ടിലോട്ട് ഫ്രീ എൻട്രി ആണ്. എൻട്രി ടൈമൊക്കെ അവിടെ മെൻഷൻ ചെയ്യണം. കാരണം ഈ ഒരു ഫോർട്ടിൽ നിന്ന് നേരെ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ കുറച്ച് അധികം ദൂരം നടക്കാറുണ്ട്. അത്യാവശ്യം സീനറിക് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്ഥലത്തോട്ട് നമ്മൾ ചെന്നെത്തും. അങ്ങോട്ട് ഞാൻ എന്തായാലും പോയിട്ടില്ല, കാരണം ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് പോയിട്ടില്ല. പക്ഷേ അതിൻ്റെ മറ്റൊരു ഭാഗത്ത് നമുക്ക് ഒരു ഫോർട്ടിൻ്റെ ആ ഒരു വാച്ച് ടവറിൻ്റെ ഭാഗത്ത് ഒരുപാട് പിറങ്കികളൊക്കെ കിടക്കുന്ന കാണാൻ സാധിക്കും. ഓരോ വലിയ വലിയ റിസോർട്ട്സും സ്റ്റാർ ഹോട്ടൽസൊക്കെ അവരുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ചില കൂപ്പൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും ചില ഡെസ്റ്റിനേഷൻസിലൊക്കെ. ചെറിയൊരു സമയം അതിനുവേണ്ടി മാറ്റി വെക്കുവാണെങ്കിൽ കുറച്ചൊക്കെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ലഞ്ച് ഇല്ലെങ്കിൽ ഡിന്നർ നമുക്ക് നേടാൻ സാധിക്കും. സൗത്ത് ഗോവയിലെ ബീച്ചസൊക്കെ നമുക്ക് ഒരുപാട് എംപ്റ്റി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് എംപ്റ്റി എന്ന് വെച്ചാൽ ആൾക്കാരുണ്ടാവും, പക്ഷേ വലിയ രീതിയിൽ തിരക്കും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈസി ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്പേസാണ് ഇവിടെ ഉള്ളത്. റിംഗ് റൈഡ്, പാരസൈലിംഗ് ആയിക്കോട്ടെ, ഐലാൻഡ് ട്രിപ്പുകളൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. പിന്നെ ഡേ ഔട്ട് ട്രിപ്പുകളുണ്ട് ഒരുപാട്. അതിൽ തന്നെ ഒരുപാട് ഫുഡും സംഭവങ്ങളും മ്യൂസിക്കും ഡ്രിങ്ക്സും പിന്നെ ഡോൾഫിൻ സൈറ്റിംഗ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഡേ ഔട്ട് ട്രിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഡേ ഔട്ട് ട്രിപ്പ് മാത്രമല്ലാണ്ട് ഫിഷിംഗ് ട്രിപ്പൊക്കെ ഉണ്ട്. നമുക്ക് ബോട്ടിൽ പോയിട്ട് ഫിഷിംഗ് ചെയ്യുന്നതും മറ്റ് പല സംഭവങ്ങളും ആക്ടിവിറ്റീസൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാവുന്ന കൂട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു പാക്കേജ് പോലെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പം ഞാനുള്ളത് ക്യാവോലിസം എന്ന് പറഞ്ഞൊരു ബീച്ചാണ്. പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓരോ ഇത് പ്രൊണൗൺസ് ചെയ്യാൻ വേണ്ടി.
അപ്പോൾ ഈ സംഭവം കണ്ടില്ല, ഈ വെള്ളം എവിടെ നിന്നോ ഒഴുകി വരുന്നു. എനിക്ക് തോന്നുന്നു ഇത് വേസ്റ്റ് വെള്ളമായിരിക്കും സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ബീച്ചിൻ്റെ മറ്റൊരു സൈഡിൽ നിന്ന് ഒഴുകി വന്നിട്ട് കടലിലോട്ട് ചേരുന്നതായിരിക്കും. വീണ്ടും അങ്ങോട്ട് തന്നെ, അങ്ങോട്ട് കടലിൻ്റെ ഷെയ്ഡായതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. സാധാരണ നമ്മൾ കാണുന്ന കൂട്ടുള്ള തിരക്ക് ഈ ഒരു ഭാഗത്ത് ഇന്നില്ല, കാരണം നോർമൽ വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഒട്ടേറെ വിദേശികൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആകെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നിടത്ത് ഈ ബീച്ചിൻ്റെ അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു മലയില്ലേ, 2 മല നമുക്ക് ഈ ഒരു ഒറ്റ ഫ്രെയിമിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മല അങ്ങ് അവസാനം വരെ കാണാൻ സാധിക്കും. അപ്പോൾ നേരത്തെ പോയ ഫോർട്ടിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അങ്ങ് ദൂരെയാണ്. 1959 നിർമ്മിച്ച ഒരു ഷിമത്തേരിയുടെ ഭാഗമാണ് കാണുന്നത്. ആ ഒരു സമയത്ത് പോർച്ചുഗീസിൻ്റെ കയ്യിലായിരുന്നു ഗോവ ഉണ്ടായിരുന്നത്. 1947 ആഗസ്റ്റ് മാസം 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ഗോവ 1961 വരെ ഡിസംബർ മാസം 19 പോർച്ചുഗീസ് ഈ ഒരു ഗോവ വിട്ടു പോകുന്നത്. അതുവരെ ഗോവ പോർച്ചുഗീസിൻ്റെ കൺട്രോളിലായിരുന്നു. നമ്മൾ ഗോവയിൽ വന്ന പിന്നെ ഇഷ്ടംപോലെ ബീച്ചസാണ്. നമ്മൾ എവിടെ പോയാലും കണ്ടില്ലേ, ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ബീച്ചാണ്. നേരത്തെ ഇന്ന ബീച്ച് അങ്ങ് ദൂരെയാണുള്ളത്. ആ ഒരു മലയൊക്കെ കണ്ടില്ലേ, നേരത്തെ കാണിച്ച ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ആ ഒരു സൈഡിലാണ്. ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട് ആ ഒരു ബീച്ചിലോട്ടും ആ ഒരു ബീച്ചിൽ നിന്ന് ഈ ഒരു ബീച്ചിലോട്ട്. അപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ ഒരു ഫ്രെയിം എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളം കണ്ടില്ല ഇങ്ങോട്ട് കയറി കിടക്കുവാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഇങ്ങനെ വെക്കാൻ നേരത്ത് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. നമ്മൾ ചെറുതായിട്ടൊരു ക്യാമറ ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. സിമ്പിൾ ട്രിക്സ് ആട്ടോ. നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ക്യാമറ വെച്ച് എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ചെറുതായിട്ടൊരു മൂവ്മെൻറ്റ് ചെയ്താൽ മതി. നല്ല നമുക്ക് റീൽസും നമ്മളൊക്കെ എടുക്കാം. ആസ് എ ട്രാവൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു ട്രാവൽ വീഡിയോഗ്രാഫർ എന്ന രീതിയിൽ ഒരു ചെറിയ ടിപ്സ് പറഞ്ഞതാണ്, ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും. പിന്നെ ക്രൗഡ് ഒട്ടുമില്ല കേട്ടോ. ക്രൗഡ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു നിഗമനത്തിലാട്ടോ. വലിയ രീതിയിലൊന്നും ക്രൗഡ് എനിക്ക് ഈ ഒരു ഭാഗത്ത് വന്നില്ല. ഇത് മറ്റേ സ്റ്റാർ ഫിഷിൻ്റെ ഒരു മാർക്കല്ലേ, കണ്ടില്ലേ? ഒരു സായിപ്പാന്ന് തോന്നുന്നു, സൈക്കിളിൽ പോവുക. ഗോവയിൽ വന്ന പിന്നെ നമുക്ക് ബീച്ച് മാത്രമല്ലാണ്ട് ഒരുപാട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഉണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുമ്പോൾ ഹിന്ദി, പോർച്ചുഗീസ്, കൊങ്കണീസ് ഒക്കെയാണ്. ഗോവയിലെ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഫോളോ ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോവയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ സ്ത്രീകൾ ധരിക്കുന്ന ആ ഒരു വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റിയാണ്. ഇതിപ്പോൾ ഏതോ ഒരു പള്ളിയിൽ എന്തോ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ജാഥ പോകുന്നതാണ്. ഗോവയിൽ വന്നാൽ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ പള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും. ഗോവയിൽ ഒരുപാട് 2 വീലേഴ്സ് റൈഡേഴ്സ് ഹെൽമെറ്റ് ധരിക്കാറില്ല. വളരെ ചുരുക്കം ആൾക്കാരാണ് ഇവിടെ ഹെൽമെറ്റ് ധരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അതും പില്ലിയൻ ഒരിക്കലും ഹെൽമെറ്റ് ധരിച്ചിട്ട് ഞാൻ ഈ ഒരു ഗോവയുടെ ഈ ഒരു ഭാഗത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുർബാന പോലെ ഒരു സംഭവം നമുക്ക് മറ്റേതൊരു ഭാഷയിൽ നമുക്കിവിടെ കേൾക്കാൻ സാധിക്കും. ഗോവയിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയാണ്. പള്ളി എന്ന് പറയുമ്പം ഏകദേശം 10-60 വർഷം മുമ്പ് സ്ഥാപിച്ചതും അതിനും കൂടുതലും പഴക്കമുള്ള പള്ളികളാണ്. ഈ സൗത്ത് ഗോവയിൽ വന്ന പിന്നെ ഈ ഒരു നൈറ്റ് ലൈഫ് നമുക്ക് അധികം ഒന്നും കാണാൻ സാധിക്കില്ല. ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് സംഭവങ്ങളും പിന്നെ ചുരുക്കം ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ചില ചെറിയ പബ്ബുകളൊക്കെ മാത്രമാണ് തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. സൗത്ത് ഗോവയിൽ പബ്ബുകൾ ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ വളരെ ചുരുക്കമാണ്. മാത്രമല്ലാണ്ട് നോർത്ത് ഗോവയിലാണ് കാസിനോ അങ്ങനത്തെ പല സംഭവങ്ങളും നമുക്ക് നോർത്ത് ഗോവയിലാണ് കാണാൻ സാധിക്കുന്നത്. സൗത്ത് ഗോവ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലിക്ക് പറ്റിയ ഒരു ഇതാണ്. അത് പീസ്ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു ഗോവ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൗത്ത് ഗോവ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ബീച്ചാണെങ്കിലും അങ്ങനെ പല സംഭവങ്ങളും അത് കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള ഒരു സീ ആക്ടിവിറ്റീസൊക്കെയാണ് സൗത്ത് ഗോവയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഷോപ്പിംഗ് പോലും വളരെ ഏകദേശം 8-9 മണിയാകുമ്പോഴത്തേന് ആൾമോസ്റ്റ് എല്ലാം ക്ലോസ് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞത് കുറച്ച് വളരെ കുറവാണ്. സൗത്ത് ഗോവയിലെ ചില ബീച്ചസ് മാത്രം, ചുരുക്കം ബീച്ചസിൽ മാത്രം നമുക്ക് നൈറ്റ് ലൈഫ് ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നോർത്ത് ഗോവയിലെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സൗത്ത് ഗോവയിലെ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ബീച്ചിൻ്റെ ആ ഒരു സംഭവങ്ങൾ ഏതൊക്കെയാണ് ഞാൻ പറയാം. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ 7-8 മണിയാകുമ്പോഴത്തേനും ഒക്കെ വളരെ ചുരുക്കം കടകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കമർഷ്യൽ സ്ട്രീറ്റ്സൊക്കെ ഈ ഒരു ഗോവയുടെ ഭാഗത്തുണ്ടെങ്കിൽ പോലും അത്രയ്ക്കും ആക്റ്റീവ് അല്ല എന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. സോ സൗത്ത് ഗോവയിലോട്ട് വരാൻ നേരത്ത്
ബീച്ചിനോട് ചേർന്ന് തന്നെ ചില പബ്ബും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമാണ് നൈറ്റ് ലൈഫിൽ നമുക്ക് എന്താ പറയുക ആസ്വദിക്കാൻ സാധിക്കുന്ന കുറച്ച് സംഭവങ്ങൾ. ബാക്കിയൊക്കെ ഈ ഒരു ഭാഗത്ത് ഏകദേശം ഒരു 7-8 മണിയാകുമ്പോഴത്തേനും ക്ലോസ്ഡ് ആവും. സോ സൗത്ത് ഗോവ ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു ചെറിയ ട്രിപ്പൊക്കെ നടത്താൻ പറ്റിയ ഒരു എന്താ പറയുക ഒരു പ്രൈവറ്റ് സ്പേസ് പോലെയാണ് സൗത്ത് ഗോവ എന്ന് പറയുന്നത്. നോർത്ത് ഗോവയിലെ എല്ലാ സംഭവങ്ങളും സൗത്തിലുണ്ടെങ്കിൽ പോലും കുറച്ച് എല്ലാം ലിമിറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്.